മാലയിട്ട് ശബരിമലയ്ക്ക് പോകാൻ തയ്യാറായി നിൽക്കുന്ന സ്വാമിയാണെന്നറിയാം. അദ്ദേഹം ആ ക്ഷേത്രത്തിലെ പൂജാരിയാണെന്നറിയാം. ആ ക്ഷേത്ര കമ്മിറ്റിയിലെ ഭാരവാഹിയാണെന്നറിയാം. ഓരോ ദിവസം അതിങ്ങനെ കൂടിക്കൂടി വരികയാണ്. അപ്പോൾ എനിക്ക് ഇവിടെ 2 ട്രാഫിക് സീബ്ര ലൈൻ 2 വേണം. കാരണം രാവിലെ 10:30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വെയിലിൻ്റെ ചൂട് ഉണ്ടാവുകൊണ്ട് കുറച്ച് നേരം മാത്രമാണ് അവിടെ നിൽക്കാൻ പറ്റിയത്. അപ്പോൾ നമ്മളെ ഈ മലയാളികളായ രാഷ്ട്രീയ പ്രവർത്തകരെ ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ടോ, അസഹനീയമായ അപ്പോൾ ജെട്ടിയിട്ടുണ്ടായിരുന്നില്ല അതൊക്കെ പറഞ്ഞാൽ. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം കൂടി ഇതിൽ കാണുന്നുണ്ട്. അപ്പോൾ പ്രതിഷേധിക്കാൻ പോകുന്ന ആൾക്കാരായിട്ട് എനിക്ക് ഞാൻ പറയേണ്ട കാര്യം, നിങ്ങളുടെ തടി നിങ്ങൾ നോക്കിക്കോളുക. ശ്രീ സെക്രട്ടറി ശ്രീ കെ ബാലകൃഷ്ണൻ, ശ്രീ ജോസഫ്, ശ്രീ ഫിലിപ്പ്, ശ്രീ MC വർഗീസ്, സതീശൻ കാർത്തൂർ, ശ്രീ പ്രേമൻ മാസ്റ്റർ അടക്കം വേദിയിലും സദസ്സിലും സന്നിഹിതരായിട്ടുള്ള മുഴുവൻ കോൺഗ്രസ് സഹപ്രവർത്തകരെ, നേതാക്കളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, മാധ്യമപ്രവർത്തകരെ, നമസ്കാരം. ഇന്ന് സംസ്ഥാന വ്യാപകമായി എല്ലാ പോലീസ് സ്റ്റേഷനുകൾക്ക് മുന്നിലും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധ സംഗമങ്ങൾ നടക്കുകയാണ്. പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് ഉയർന്നു കേൾക്കുന്നത് പാവപ്പെട്ടവൻ്റെയും സാധാരണക്കാരൻ്റെയും ദീനരോധനങ്ങളാണ്. അവന് നീതി നിഷേധിക്കപ്പെടുന്നു. ഇവിടെ നീതി ലഭിക്കണമെങ്കിൽ ഒന്നുകിൽ CPM-കാരനാവണം, അതല്ലെങ്കിൽ വൻകിട മുതലാളിമാരാവണമെന്ന സാഹചര്യം സംസ്ഥാനത്ത് നിലവിലിരിക്കുക. പാവപ്പെട്ടവർക്കും സാധാരണക്കാർക്കും ആശാകേന്ദ്രമാവേണ്ട പോലീസ് സ്റ്റേഷനുകൾ അവരെ ദ്രോഹിക്കുകയും അവരെ മർദ്ദിക്കുകയും അവരെ കൊലപ്പെടുത്തുകയും ചെയ്യുന്ന കോൺസെൻട്രേഷൻ ക്യാമ്പുകളായി മാറുന്നതിനെതിരെയാണ് കോൺഗ്രസ് ഇത്തരത്തിൽ ഒരു പ്രതിഷേധവുമായി രംഗത്ത് വന്നത്. ഈ പ്രതിഷേധത്തിന് ആധാരമായിട്ടുള്ള സംഭവം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിലെ മുഴുവൻ മനുഷ്യരും ചർച്ച ചെയ്തിട്ടുള്ളതാണ്. മനുഷ്യപക്ഷത്തുള്ള മുഴുവൻ ആളുകളും കുന്നംകുളത്തെ പോലീസ് ചെയ്തിട്ടുള്ള നെറുകേടിനെതിരായി വലിയ തോതിൽ പ്രതിഷേധം ഉയർത്തിയിട്ടുള്ളതാണ്. കുന്നംകുളത്തെ ചുവന്നൂരിലെ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് പ്രിയപ്പെട്ട സുജിത്തിനെ അകാരണമായി കസ്റ്റഡിയിലെടുത്ത് അതിക്രൂരമായി മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ 2023 നടന്നാണെങ്കിലും ഇപ്പോൾ അത് പുറത്തു വന്നു. ദീർഘമായി സുജിത്തും ഒപ്പം അവിടുത്തെ കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള വർഗീസ് ഏട്ടനും നടത്തിയിട്ടുള്ള നിയമ പോരാട്ടങ്ങളുടെ പര്യവസാനം എന്ന ഒരു മനസാക്ഷിയുമില്ലാതെ അതിക്രൂരമായി മർദ്ദിക്കുന്ന പോലീസുകാരെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഞെട്ടിപ്പോകുന്ന മർദ്ദനമാണ്. കേരളത്തിലെ ഒരു അമ്മമാർക്കും തങ്ങളുടെ മക്കളെ ഇതുപോലെ മർദ്ദിക്കുന്നത് കണ്ടു നിൽക്കാൻ കഴിയില്ല. സുജിത്തിനെയും ഒരു അമ്മ പ്രസവിച്ചതാണ്. ആ അമ്മയുടെ കണ്ണുനീര് ഇന്നും പറ്റിയിട്ടില്ല. ഞാൻ ആ കുടുംബത്തിൽ പോയിരുന്നു, ഞാൻ ആ വീട്ടിൽ പോയിരുന്നു. സുജിത്ത് എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് കേവലമായിട്ടുള്ള ഒരു യുവജന പൊതുപ്രവർത്തകൻ മാത്രമല്ല, ആ പ്രദേശത്തെ ഒരു ക്ഷേത്രത്തിന്റെ പൂജാരിയാണ്. ആ ക്ഷേത്രത്തിൽ നടന്നിട്ടുള്ള ഉത്സവ പരിപാടിയുടെ രാത്രി ആ കമ്മിറ്റിയിൽപ്പെട്ട ചെറുപ്പക്കാർ ആ പ്രദേശത്തിരിക്കുന്ന സമയത്ത് പോലീസ് അങ്ങോട്ട് കടന്നു ചെന്ന്, ജനമൈത്രി പോലീസാണെന്നാണ് വൈപ്പ്, ആ ജനമൈത്രി പോലീസ് സുജിത്തിന്റെ ആ കമ്മിറ്റിയുള്ള ചെറുപ്പക്കാരെ അവിടുന്ന് പിടിച്ചുകൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. അവരെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് സുജിത്ത് അങ്ങോട്ട് കടന്നില്ല. സുജിത്ത് അത് അറിഞ്ഞ് കടന്നു ചെന്ന ശേഷം പറയുന്നത്, ഇവരെ ക്ഷേത്ര കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടവരാണ്, നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല എന്നാണ് പോലീസിനോട് പറയുന്നത്. സുജിത്ത് ആരാണെന്ന് പോലീസിന് നല്ല ധാരണയുണ്ട്.
യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റാണെന്നറിയാം. മാലയിട്ട് ശബരിമലയ്ക്ക് പോകാൻ തയ്യാറായി നിൽക്കുന്ന സ്വാമിയാണെന്നറിയാം. അദ്ദേഹം ആ ക്ഷേത്രത്തിലെ പൂജാരിയാണെന്നറിയാം. ആ ക്ഷേത്ര കമ്മിറ്റിയിലെ ഭാരവാഹിയാണെന്നറിയാം. ഇതെല്ലാം അറിഞ്ഞുകൊണ്ടും പോലീസ് ആ ചെറുപ്പക്കാരനെ പോലീസ് ജീപ്പിലേക്ക് വലിച്ചിഴച്ച് കയറ്റി. കൊണ്ടുപോകുന്ന സമയത്ത് മുഴുവൻ പോലീസ് ജീപ്പിലിട്ട് അയാളെ തല്ലിച്ചതച്ചു. പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയതിനു ശേഷം CCTV ക്യാമറകൾ ഉണ്ടെന്ന് അറിഞ്ഞിട്ടും അതിന് ചുവട്ടിൽ വെച്ചിട്ടും ആ ചെറുപ്പക്കാരനെ ഭേദ്യം ചെയ്യുകയാണ് ചെയ്തത്. ഭേദ്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിക്രൂരമായിട്ടുള്ള മർദ്ദനമാണ്. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഇനി മർദ്ദനമേൽക്കാൻ ഒരു സ്ഥലം പോലും ബാക്കിയില്ല. CCTV ഉള്ള സ്ഥലങ്ങളിൽ മർദ്ദിച്ചത് മാത്രമല്ല, CCTV ഇല്ലാത്ത റൂമുകളിലേക്ക് കൊണ്ടുപോയി പോലീസ് ജീപ്പിലെ ഡ്രൈവർ അടക്കം അതിക്രൂരമായിട്ട് ചെറുപ്പക്കാരനെ മർദ്ദിക്കുക മാത്രമല്ല, ആ ചെറുപ്പക്കാരൻ ശബരിമലയിലേക്ക് പോകാൻ വേണ്ടി ഇട്ടിരുന്ന മുദ്രയണിഞ്ഞ അയ്യപ്പന്റെ മുദ്രയണിഞ്ഞ മാല അവരൂരി വാങ്ങി. കയ്യിലുണ്ടായിരുന്ന ചരട് അവരൂരി വാങ്ങി. അതിനുശേഷമാണ് സുജിത്തിനെ മർദ്ദിക്കുന്നത്. നോക്കൂ, എന്ത് വലിയ അതിക്രമമാണ് ചെയ്യുന്നത്. അത് മാത്രം ആക്രമിച്ചു, അദ്ദേഹത്തെ പീഡിപ്പിച്ചു, അദ്ദേഹത്തെ ദ്രോഹിച്ചു എന്നത് മാത്രമല്ല, ജീവിതത്തിൽ ഒരിക്കലും മദ്യപിക്കാത്ത സുജിത്ത് കൂട്ടം ചേർന്നിരുന്ന് മദ്യപിക്കുകയായിരുന്നു, പരസ്യമായി മദ്യപിക്കുകയായിരുന്നു എന്ന കള്ളക്കേസ് ആ ചെറുപ്പക്കാരന്റെ പേരിലെടുത്തു. ഒടുവിൽ മെഡിക്കൽ പരിശോധനയ്ക്ക് വേണ്ടി ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുപോയപ്പോൾ ഡോക്ടർ വിധി എഴുതി ഇയാൾ മദ്യപിച്ചിട്ടില്ല. ആ റിപ്പോർട്ടുമായി മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയപ്പോ മജിസ്ട്രേറ്റിന് ബോധ്യപ്പെട്ടു ക്രൂരമായ മർദ്ദനം നടന്നിട്ടുണ്ട്. അങ്ങനെ മജിസ്ട്രേറ്റ് പറയുകയാണ്. അപ്പോൾ തന്നെ മജിസ്ട്രേറ്റ് ഈ പയ്യൻ സുജിത്തിന് അപ്പോൾ തന്നെ ജാമ്യം കൊടുത്തു വിടുകയാണ്. എന്നിട്ട് മജിസ്ട്രേറ്റ് സ്വമേധയാ കേസെടുക്കുകയാണ്. ആർക്കെതിരെ? പോലീസിനെതിരെ കേസെടുക്കുകയാണ്. അന്ന് മുതൽ കോൺഗ്രസിന്റെ വർഗീസ് ചേട്ടനും സുജിത്തും നടത്തുന്ന നിയമ പോരാട്ടം, അതിന്റെ ഭാഗമായിട്ടാണ് CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നത്. പ്രിയപ്പെട്ടവരെ, ആ കേസ് അട്ടിമറിക്കാൻ, കേസ് ഇല്ലാതാക്കാൻ വേണ്ടി ലക്ഷക്കണക്കിന് രൂപ സുജിത്തിന്റെയും വർഗീസ് ചേട്ടന്റെയും അവിടുത്തെ കോൺഗ്രസ് നേതാക്കളുടെയും മുന്നിൽ കൊണ്ടുപോയി ഈ പോലീസ് ഏമാന്മാർ വെച്ചിട്ടും അതിനൊന്നും വശംവദരാകാതെ, ആ പ്രലോഭനങ്ങൾക്ക് മുന്നിൽ വശംവദരാകാതെ നിയമപരമായ പോരാട്ടവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. ഇതിനൊരു അന്ത്യം കാണുന്നതുവരെ, ഈ അനീതിക്ക് മറുപടി പറയിക്കുന്നതുവരെ ഞങ്ങൾ മുന്നോട്ട് പോകുമെന്ന് കോൺഗ്രസ് പ്രസ്ഥാനം തീരുമാനിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ആ തെളിവുകൾ പുറത്തു വന്നത്. വേണമെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ വാങ്ങിയ കേസുകൾ ഒത്തുതീർപ്പാക്കാമായിരുന്നു. അത് ചെയ്തില്ല. മറിച്ച് ആ കേസ് ഒത്തുതീർപ്പാക്കാതെ സാധാരണക്കാർക്ക് നീതി കിട്ടാൻ വേണ്ടി ആ നീതി ലഭ്യമാക്കുന്നത് വരെ പോരാട്ടവുമായി മുന്നോട്ട് പോകുമെന്നാണ് കോൺഗ്രസ് പ്രഖ്യാപിച്ചത്, വർഗീസ് ചേട്ടൻ പ്രഖ്യാപിച്ചത്. അതിന്റെ ഭാഗമായിട്ടാണ് CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നത്. ചില മാധ്യമങ്ങൾക്കും പങ്കുണ്ട്, അല്ലെ? പൊതുപ്രവർത്തകർ പോലീസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ പൊതുപ്രവർത്തകർ രണ്ടാം തരം. ആ പൊതുപ്രവർത്തകരോട് അസഭ്യം പറയുന്ന പോലീസുകാരൻ അവൻ ആക്ഷൻ ഹീറോ ബിജു. ഇതാണല്ലോ പൊതുവെ കേരളത്തിലെ വൈപ്പ്. അതുപോലെ ഒരു പൊതുബോധം സൃഷ്ടിക്കുന്നതിൽ മാധ്യമങ്ങൾക്കും പങ്കുണ്ട്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലുള്ള ഇത്തരം അങ്ങേയറ്റം നിയമവിരുദ്ധമായി പോലീസ് സ്റ്റേഷനുകൾ കോൺസെൻട്രേഷൻ ക്യാമ്പുകളാക്കി മാറ്റുന്ന ഇത്തരം ആക്ഷൻ ഹീറോ ബിജുമാർക്ക് കൈയടിക്കുന്ന തരത്തിൽ പൊതുബോധം ഉണ്ടാക്കി കൊടുക്കുന്നതിൽ നിന്ന് മാധ്യമങ്ങളും പിന്മാറണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഈ രാജ്യത്തൊരു നിയമമുണ്ട്, നീതി വ്യവസ്ഥയുണ്ട്, ഭരണഘടനയുണ്ട്. ആ ഭരണഘടനയും നിയമവ്യവസ്ഥയും ഇല്ലാതാക്കുന്ന തരത്തിൽ പോലീസിന് എക്സ്ട്രാ ജുഡീഷ്യൽ അധികാരങ്ങളില്ല എന്ന് അവരെ ബോധിപ്പിക്കാൻ, ഓർമ്മപ്പെടുത്താനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ അധികാരത്തിന്, നിങ്ങളുടെ അവകാശങ്ങൾക്ക് മേൽ ഒരു ലക്ഷ്മണ രേഖയുണ്ട്. പോലീസിനൊരു ലക്ഷ്മണ രേഖയുണ്ട്. ആ ലക്ഷ്മണ രേഖ മറികടന്നുകൊണ്ട് സാധാരണക്കാരായ പൗരന്മാർക്കെതിരെ, സാധാരണക്കാരായ മനുഷ്യരെ പീഡിപ്പിക്കാനും അവരെ ഉപദ്രവിക്കാനും പോലീസ് ഇറങ്ങി പുറപ്പെട്ടാൽ അത് തടയാൻ ഈ നാട്ടിൽ പൊതുപ്രവർത്തകരെ ഉണ്ടാവുകയായിരിക്കും. ഹബീബുള്ള ആ മണ്ണാർക്കാട്ടെ വനിതാ അഭിഭാഷകയെ കുലഭ്യം പറയുകയാണ്. എവിടെ? CCTV ക്യാമറ ഉണ്ടെന്നറിഞ്ഞിട്ടും ഈ നാട്ടുകൾ SHO ഈ വനിതാ അഭിഭാഷകയെ കുലഭ്യം പറയുകയാണ്, പച്ചത്തെറി പറയുകയാണ്, ആക്രോശിക്കുകയാണ്, അപമര്യാദയായി പെരുമാറുകയാണ്. ഈ വനിതാ അഭിഭാഷക പരാതി കൊടുത്തു, SP-ക്ക് പരാതി കൊടുത്തു, മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു. അന്വേഷണം വന്നു. CCTV ദൃശ്യങ്ങളിൽ ഹബീബുള്ള വനിതാ അഭിഭാഷകയോട് മോശമായി പെരുമാറുന്നതിന്റെ തെളിവുകൾ ലഭിച്ചു. പക്ഷേ പ്രിയപ്പെട്ടവരെ, എന്താ സംഭവിച്ചത്? ഷൊർണൂരിലെ DYSP കേസ് അന്വേഷിച്ചു. ഷൊർണൂരിലെ DYSP പറഞ്ഞു, അവൻ ചെയ്തത് അക്രമമാണെങ്കിലും, അവൻ ചെയ്തത് തെറ്റാണെങ്കിലും സബോർഡിനേറ്റ് ആയി പോയില്ലേ?
സബോർഡിനേറ്റ് ആയി പോയില്ലേ, അവന്റെ കാരിയർ രക്ഷിക്കേണ്ട ബാധ്യത നമുക്കില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് ഈ ഹബീബുള്ളയെ രക്ഷിക്കുന്ന റിപ്പോർട്ട് എഴുതി കൊടുത്തു. ഇതാ സംഭവിച്ചത്. പോലീസ് റിപ്പോർട്ട് എഴുതി കൊടുത്തു. പാലക്കാട്ടെ SP ശ്രദ്ധിക്കണം, പാലക്കാട്ടെ പോലീസ് ഏമാന്മാർ ശ്രദ്ധിക്കണം. ട്രാൻസ്ഫർ അടിച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ടും ഹബീബുള്ള ഇപ്പോഴും നാട്ടുകളിൽ SHO ആയിട്ട് വരക്കുകയാണ്. ഇപ്പോഴും ക്വാറി മാഫിയയുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിക്കൊണ്ട് ഈ പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ തന്നെ വരത്തുകയാണ്. ട്രാൻസ്ഫർ ആയിട്ടും മാറുന്നില്ല. എങ്ങനെയാ സംഭവിക്കുന്നത്? പിണറായി വിജയന്റെ ഭരണകാലത്ത് പിണറായി വിജയന്റെ മാഫിയ ഭരണത്തിന് വേണ്ടി വിടുപണിയെടുക്കുന്ന പോലീസുകാർക്ക് എന്ത് താൻ തോന്നിത്തരവും തെമ്മാടിത്തരവും കാണിക്കാവുന്ന അവസ്ഥയിലേക്ക് കേരളത്തിൽ സ്ഥിതി മാറിയിരിക്കുന്നു. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, പോലീസിനോട് പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ ഈ അഹങ്കാരവും നിങ്ങളുടെ ഈ ധാർഷ്ട്യവും നിങ്ങളുടെ ഈ എക്സ്ട്രാ ജുഡീഷ്യൽ എക്സസീവായിട്ടുള്ള അധികാരങ്ങൾ ഉപയോഗിക്കുന്നതും ഒക്കെ നിങ്ങൾക്ക് യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും ഒക്കെ പ്രവർത്തകർക്ക് നേരെ നിങ്ങൾ കാണിക്കുന്ന ഈ അക്രമോത്സുകതയുണ്ടല്ലോ, ഈ അഹങ്കാരമുണ്ടല്ലോ, ഈ അധികാര പ്രമത്തതയുണ്ടല്ലോ, ഇതിനൊക്കെ ആയുസ് എന്ന് പറയുന്നത് ഇനി കേവലം 6 മാസക്കാലം കൂടി മാത്രമാണെന്ന് കേരളത്തിലെ പോലീസിനെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുക. ഇത് കഴിഞ്ഞാൽ കേരളത്തിലെ പോലീസിനെ കൊണ്ട് എന്ത് പണിയെടുപ്പിക്കണമെന്ന് കൃത്യമായിട്ട് അറിയാവുന്ന UDF ഇവിടെ അധികാരത്തിൽ വരും. ഒരു തർക്കവും വേണ്ട. ആ കാലത്ത് ഈ ഇടിയന്മാരായിട്ടുള്ള പാവപ്പെട്ടവരെ ഉപദ്രവിക്കുന്ന സാധാരണക്കാരെ ദ്രോഹിക്കുന്ന പോലീസുകാരെ നിലയ്ക്ക് നിർത്താൻ കോൺഗ്രസ് തയ്യാറാകും എന്നാണ് ഞങ്ങൾ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒരു തർക്കവും വേണ്ട. ഞങ്ങൾക്ക് ഈ പോലീസിനെ ഒന്നും ഒരു ഭയവും ഇല്ല. ഞങ്ങൾ നിയമത്തെ ഭയക്കും, ഞങ്ങൾ നിയമത്തെ അനുസരിക്കും. പക്ഷെ നിയമത്തെ വെല്ലുവിളിച്ചുകൊണ്ട്, നീതി നിർവഹണ വ്യവസ്ഥയെ വെല്ലുവിളിച്ചുകൊണ്ട് സാധാരണക്കാരന് നീതി നിഷേധിക്കാൻ പോലീസ് തയ്യാറായി കഴിഞ്ഞാൽ ഏതറ്റം വരെ പോയിട്ടും അതിനെതിരെയുള്ള ജനകീയ പ്രതിരോധവുമായി കോൺഗ്രസ് മുൻപിലുണ്ടാകുമെന്ന് ഓർമ്മിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ സുഹൃത്തുക്കളെ നമസ്കാരം. അപ്പോ ഇന്നത്തെ ഒരു പ്രധാന വിഷയം നമ്മുടെ നഗരത്തിന്റെ അവസ്ഥ വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മുടെ മണ്ണാർക്കാടത്തെ അധികാരികൾ ആരും ഇതിനെ എതിരെ അല്ലെങ്കിൽ ഇതിനെ ആയിട്ടുള്ളൊരു കരുതലായിട്ട് ഇവർ വെക്കുന്നില്ല. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, കേരള പോലീസിനെതിരെ വളരെ വലിയ എന്താ പറയുക വിമർശനങ്ങളാണ് ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ മണിക്കൂറിലും വന്നുകൊണ്ടിരിക്കുന്നത്. അത് ഓരോ മണിക്കൂറത്തെ വാർത്തകൾ എടുക്കാനായിട്ട് വാർത്താക്കാർ മത്സരിക്കുകയാണ്. ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം തന്നെ അവർ കെട്ടിച്ചമച്ചുണ്ടാക്കിയ കഥകൾ പോലെയല്ല കേരള പോലീസിൻ്റെ ഓരോ പീഡന പരമ്പരകൾ. കാരണം ഓരോ ദിവസം അതിങ്ങനെ കൂടിക്കൂടി വരികയാണ്. അപ്പോൾ ശരിക്കും ഇവിടെ 2 സീബ്ര ലൈൻ 2 വേണം, അപ്പുറം ഒന്ന് വേണം, 2 വേണം ഇവിടെ. പക്ഷെ എന്നിരുന്നാലും ആളുകൾ സീബ്ര ലൈൻ നിൽക്കണ എല്ലാം ക്രോസ് ചെയ്യണത്. അവർ സ്പീഡ് ബ്രേക്കർ അതിലൂടെയാണ് അവർ ക്രോസ് ചെയ്യാറ്. കാരണം വിവരം വെള്ളിയാഴ്ചയും വന്നിട്ടില്ല, വന്നാലും ഞങ്ങൾ ഇതിക്കടെ പോകും എന്നുള്ള രീതി. അപ്പോൾ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കുന്നംകുളത്തുണ്ടായ സംഭവത്തിനെ തുടർന്നിട്ട് ഒരു മധ്യവയസ്കൻ, ഒരു വയസ്സായ ഒരാൾ, അയാളെ ചെകിട്ടത്തടിച്ചിട്ടും അങ്ങനെ ഓരോ എന്താ പറയുക മർദ്ദന മുറകൾ എന്തൊക്കെയുണ്ടോ അതൊക്കെയാണ് ഇപ്പോൾ കേരള പോലീസ് പരാതി കൊടുക്കാൻ ചെന്ന ആൾക്കാരെ അടുത്ത് കാണിച്ചു കൂട്ടുന്ന ഓരോ തോന്നിയവാസങ്ങൾ. അപ്പോൾ ഇതിനെതിരെ മന്ത്രിയോട് ചോദിച്ചപ്പോൾ മന്ത്രി മൗനമാണ് വെടിഞ്ഞത് എന്നാണ് പറയണത്. അപ്പോൾ ഇതിനെ ശരിക്കും പറഞ്ഞാൽ ഓരോ ആളുകളും DGPക്ക് പരാതി കൊടുത്തു, മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു, കോടതിയെ സമീപിച്ചു എന്നൊക്കെ പറയാന്നല്ലാതെ ഇതിന് എതിരെ അല്ലെങ്കിൽ ഇവർക്ക് അനുകൂലമായിട്ട് ഒരു വിധി വന്നിട്ടുണ്ടോ എന്നാണ്. ഇപ്പോൾ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ട്, ഇപ്പോൾ 9-10 വർഷത്തോളം ആവാറായി, ഇത്രയും കാലത്തിന് ശേഷം എന്തെങ്കിലും ഒരു മറുപടി ഒരിക്കലും കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ കേരളത്തിൻ്റെ ദുരനുഭവം.
മയ്യത്തുംകട്ടിൽ ഏറ്റാൻ പോണ മാതിരിയാണ്. അല്ല, അങ്ങനെ തന്നെ പറയാം. ശരിക്കും പറഞ്ഞാൽ ചില സമയത്തൊക്കെ ഭയങ്കര നമ്മൾ തന്നെ ഇറിറ്റേറ്റഡ് ആവുന്ന ഒരു രീതിയാണ്. അപ്പോൾ ഇതിൽ കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം അത് പിന്നെ ചിലപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇത് നമ്മൾ ഇനി അറിയാൻ പോണ പോലെ ഒരു കലാപത്തിനുള്ളൊരു ചാൻസ് കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഭയങ്കര ഇപ്പം നേപ്പാളിലൊക്കെ പോലെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ. അപ്പോൾ മുടിഞ്ഞ കൊര. അപ്പോൾ എന്താണെന്ന് ചോദിച്ചാലേ, ഇന്ന് മണ്ണാർക്കാട് വെച്ചിട്ട് യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു പ്രതിഷേധ സമരം ഉണ്ടായിരുന്നു. പോലീസിൻ്റെ അതിക്രമമായിട്ടുള്ള ഒരു പരിപാടി. അപ്പോൾ സന്ദീപ് വാര്യരാണ് വന്നിട്ടുണ്ടായിരുന്നല്ലേ. അതിൽ കൂടാതെ കോൺഗ്രസിൻ്റെ ഓരോ മണ്ഡലത്തിൽ നിന്ന്, അതായത് ഓരോ സ്ഥലത്ത് നിന്നിട്ടുള്ള ആൾക്കാർ ഒക്കെ ജനപ്രതിനിധികൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ഏകദേശം അത്യാവശ്യം കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ വേറൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, എല്ലാ സ്ഥലത്തും അതായത് ഇന്നിപ്പോൾ കോൺഗ്രസിൻ്റെ പ്രതിഷേധ മാർച്ചും കാര്യങ്ങളൊക്കെ ആയിട്ട് കേരളത്തിൽ എല്ലാ പോലീസ് സ്റ്റേഷനിലും ഇങ്ങനത്തെ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മണ്ണാർക്കാട് പോലീസുകാർ ഇത് അറിഞ്ഞിട്ടില്ലേണാവോ. അപ്പോൾ അവിടെ പോലീസുകാരെ ആരെയും കാണാൻ പറ്റിയില്ല. സംഭവം അവിടെ രാവിലെ 10 മണിക്കായതുകൊണ്ട് 10 മണിയെന്നാണ് പറഞ്ഞത്. പിന്നെ 10:30 11 മണിയായി. അപ്പോൾ ഇത് കൃത്യനിഷ്ഠമില്ലാത്തൊരു പരിപാടിയും കൂടി ആയിട്ടാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. കാരണം രാവിലെ 10:30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വെയിലിൻ്റെ ചൂട് ഉണ്ടാവുകൊണ്ട് കുറച്ച് നേരം മാത്രമാണ് അവിടെ നിൽക്കാൻ പറ്റിയത്. അപ്പോൾ നമ്മുടെ ഈ മലയാളികളായ രാഷ്ട്രീയ പ്രവർത്തകരെ ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം കേട്ടോ, അസഹനീയമായ വെയിലിൻ്റെ ചൂടായിരുന്നു. ഈ വെയിലിൻ്റെ ചൂടത്ത് ഇവർ എത്ര നേരം പ്രസംഗിക്കും, ഇല്ലെങ്കിൽ എത്ര നേരം ഇരിക്കും എന്നായിരുന്നു. അപ്പോൾ ഭയങ്കര ഞാൻ വല്ലാതെ ചിന്തിച്ചു പോയ കാര്യമാണത്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ സന്ദീപ് വാര്യർ വന്നിട്ട് പ്രസംഗിച്ചു. പക്ഷേ ഞാൻ വേറൊരു കാര്യം കൂടി ആലോചിക്കുകയാണ്. ഇത് ഇപ്പോൾ ഇത്രയും പോലീസിൻ്റെ മർദ്ദനങ്ങളും പീഡനങ്ങളും ഒക്കെ ജനങ്ങൾ പരാതി കൊടുക്കാൻ പോയിട്ട് അതേപോലെ ഉണ്ടായിട്ടും ഒരു നീതി ഇതുവരെയും കിട്ടാത്ത രീതിയാണെങ്കിൽ പിന്നെ എന്തിനാണ് ഈ പ്രതിഷേധിക്കാൻ പോകണമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. പ്രതിഷേധം കൊണ്ട് ഈ 6 മാസം വരെ നിങ്ങൾക്ക് കാത്തിരിക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ പ്രതിഷേധമോ അല്ലെങ്കിൽ ജലപീരങ്കി അടി കിട്ടാനോ അടി കൊള്ളാനൊക്കെ പോകേണ്ടതിൻ്റെ ആവശ്യം എന്താണെന്ന് ഞാൻ ഇപ്പോൾ ഇങ്ങനെ ആലോചിച്ച് വരുന്നത്. കാരണം വെറുതെ കാട്ടിക്കൂട്ടരുത് നിങ്ങൾ. കാരണം കോൺഗ്രസ്സുകാരോട് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം ഇനിയിപ്പോൾ അതിന് പല ന്യായീകരണങ്ങളായിട്ട് പറയാൻ വരുന്നില്ല. കാരണം നമ്മളൊന്നും അത്ര വലിയ റീച്ചുള്ള ആളൊന്നുമല്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഓരോരോ പോലീസിൻ്റെ വലിയ ഉദ്യോഗസ്ഥന്മാരാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ മണ്ണാർക്കാടിൽ വെച്ചിട്ട് അങ്ങനെ ഒരു മണ്ണാർക്കാടിൻ്റെ ഒരു പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഉണ്ടായിട്ടില്ല. കാരണം ഇവിടെയൊക്കെ നല്ലവരായ പോലീസുകാരാണുള്ളത്. ഇനിയിപ്പോൾ ക്രൂരന്മാരായ പോലീസുകാരുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നിരുന്നാലും ചിലപ്പോൾ ഉണ്ടായിരിക്കാം, പക്ഷേ ഇല്ലാതിരിക്കാം. പക്ഷേ ഇവിടെയൊന്നും അങ്ങനത്തെ ഒരു കേസ് ഇന്നവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇതിന് കുറേ വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നിരുന്നാലും വളരെ ഇപ്പോൾ കൂടുതൽ വാർത്തകൾ വരുന്നതിനേക്കാളും മണ്ണാർക്കാടെ പറ്റിയിട്ട് ഒരു കാര്യങ്ങളും ഇവിടെ അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഇനി നിലവിൽ വരാനുണ്ടോ ഇല്ലയെന്നും അറിയില്ല കേട്ടോ. അപ്പോൾ ഓരോരുത്തരിങ്ങനെ പരാതിയും കൊണ്ട് വരികയാണ്. ഇപ്പോൾ 2 വർഷം മുന്നേ 3 വർഷം മുന്നേ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിനനുസരിച്ച് ഇനി പരാതികൾ കൂടിക്കൊണ്ടേ ഇരിക്കണ്ടായിരിക്കാം എന്നും പറയാം. അപ്പോൾ ഇപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രതിഷേധക്കാരോട് മാത്രമാണ്. ഈ പ്രതിഷേധിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വല്ല കാര്യം ഇന്ന് കിട്ടിയിട്ടുണ്ടോ എന്നാണ് ഞാനിങ്ങനെ ചിന്തിച്ച് വരുന്നത്. കാരണം അന്ന് ഇതേമാതിരി പ്രതിഷേധിക്കാൻ പോയിട്ട് ഒരാളെ നമ്മൾ ഈ ബോർഡ് റോഡിൻ്റെ സൈൻ ബോർഡുണ്ട് ചെറുതായിട്ട്, അപ്പോൾ അത് ജലപീരങ്കി അടിച്ചിട്ട് അയാളുടെ കണ്ണിന് സാരമായ പരിക്കേറ്റു എന്നാണ് പറയുന്നത്. അതേപോലെ പോലീസുകാർ അവരടി താങ്ങാൻ പറ്റില്ല. നമ്മളടിക്കുന്ന പോലെ അല്ല അവരടിക്കുക.
കാരണം ഒരു ഫോഴ്സാണ് അവർ. കാരണം കേരള പോലീസ് എന്ന് പറഞ്ഞാൽ വലിയൊരു ഫോഴ്സാണ്. അത് പ്രത്യേകിച്ച് ഈ അടി കൊടുക്കാനായിട്ട് കുറേ ആൾക്കാരുണ്ടായില്ല, CRPF അങ്ങനെ എന്തോ ഒരു സംഭവമുണ്ട്. അപ്പോൾ അവരൊക്കെ എന്താ കഴിഞ്ഞാൽ നല്ല കൂടുതൽ എക്സസൈസും ട്രെയിനിങ്ങും കിട്ടിയ ആൾക്കാരാണ്. നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ കുറേ ഈ പ്രതിഷേധിക്കാൻ പോകുന്ന ആൾക്കാരുടെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു വെള്ളമുണ്ടും ഒരു വെള്ള ഷർട്ടും ഇട്ടിട്ട് പോകും. ചിലപ്പോൾ അതിൽ ഏതോ ഒരു കഴിഞ്ഞ ഒരു 4 കൊല്ലം മുന്നത്തുള്ളൊരു ഇതിൽ പിന്നെ LDFൻ്റെ ആൾക്കാരനെ എന്തോ പിന്നെ മറ്റേ ഉമ്മൻചാണ്ടി സരിതയും കൂടി ആയിട്ടുള്ളൊരു പിന്നെ കോലം കത്തിക്കലുണ്ടായിരുന്നു. അതിൽ ഒരു സഖാവ് ജെറ്റ് ഇടാതെയാണ് പോയത്. അപ്പോൾ ആ വീഡിയോ കൊണ്ട് ചിരിച്ച് മടുത്തുന്നു. കാരണം കോലം കത്തിക്കലാകുമ്പോൾ പെട്രോൾ എന്തായാലും ഒഴിച്ചിട്ടല്ലേ കത്തിക്കുക. അപ്പോൾ പെട്രോൾ ഇങ്ങോട്ട് പിന്നെ ഒഴിച്ചപ്പോൾ അറിയാതെ ഒരുത്തർ എന്ത് ചെയ്തു അറിയോ, ആ കോലത്തേക്ക് തീയിട്ടോടുകൂടി ഈ കുപ്പി പെട്രോൾ ഒഴിച്ചിരുന്ന ആളുടെ കയ്യിൽ നിന്ന് കുപ്പിയുടെ ഇത് പെട്രോൾ അറിയാതെ സ്പ്രെഡായിപ്പോയി. അപ്പം മൊത്തം പെട്രോളിൻ്റെ കൂടെ തീയുമായിട്ട് അവൻ ജെട്ടിയിട്ടുണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം കൂടി ഇതിൽ കാണുന്നുണ്ട്. അപ്പോൾ പ്രതിഷേധിക്കാൻ പോകുന്ന ആൾക്കാരായിട്ട് ഞാൻ പറയേണ്ട കാര്യം, നിങ്ങളുടെ തടി നിങ്ങൾ നോക്കിക്കോളുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രതിഷേധത്തിന് ഈ പറയുന്ന പിന്നെ ആരും ഉണ്ടായിട്ടില്ല. ഏത് VD സതീശൻ ഉണ്ടായിട്ടില്ല, പിന്നെ അതേപോലെ ഷാഫി പറമ്പിൽ, പിന്നെ ഇപ്പോൾ ഈ ഗർഭചിത്രത്തിൻ്റെ ഉടമയായ അല്ലെങ്കിൽ കള്ളക്കേസ് കുടുക്കിയ രാഹുൽ മാങ്കൂട്ടം ഉണ്ടായിട്ടുണ്ടോ ഇല്ലേ എന്നല്ല കേട്ടോ. പക്ഷെ അവരൊന്നും മുൻനിരയിൽ കാണാൻ കഴിയില്ല. അപ്പോൾ ഞാൻ പ്രതിഷേധിക്കേണ്ടതെന്നല്ല, നമുക്ക് പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ട് ഇന്ത്യൻ ഭരണഘടനയിൽ ഉണ്ട് തീർച്ചയായിട്ടും. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കിയിട്ട് പിന്നെ പ്രതിഷേധിക്കാൻ പോവുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ നമ്മളിപ്പോൾ പ്രതിഷേധത്തിൻ്റെ കാര്യം പറഞ്ഞിട്ട് ഒഴിവാക്കപ്പെടാനായിട്ട് പറയല്ല, കുറച്ച് മാസം കൂടി നിങ്ങൾക്ക് ക്ഷമിക്കാനുള്ള കഴിവില്ലേ എന്നാണ് ഞാൻ ചോദിക്കണേ. UDFൻ്റെ പ്രവർത്തകരോടാണ് ഞാൻ ചോദിക്കണേ, കോൺഗ്രസിൻ്റെ ആൾക്കാരോട് ഞാൻ ചോദിക്കണേ, കുറച്ച് മാസം കൂടി നിങ്ങൾക്ക് ക്ഷമിച്ചുകൂടെ? എന്തായാലും ഇപ്പോൾ ഇത്രത്തോളം ആയി. ഇപ്പോൾ ഇനിയിപ്പോൾ ഒരു 5-6 മാസം കൂടി ക്ഷമിക്കുക. അവരെന്തോ ആയിക്കോട്ടെ, തല്ല് പിടിക്കേ കുത്തേ മാന്തേ ചവിട്ടേ ഉരുട്ടേ കൊല്ല് തന്നെ ആയിക്കോട്ടെ, നമുക്കിപ്പോൾ എന്തായാലും ഒരു ദിവസം മരിക്കണം. നമ്മളിപ്പോൾ 100 വർഷം വരെ ഒന്നും ഇപ്പോൾ ഈ കേരളത്തിലോ നമ്മൾ ഈ ലോകത്തിലോ ജീവിക്കില്ല എന്തായാലും. അപ്പോൾ നമുക്ക് ഉള്ള അവകാശങ്ങൾ കിട്ടിയിട്ടില്ലെങ്കിൽ അത് വരും തലമുറ അത് ഏറ്റെടുക്കും തീർച്ചയായിട്ടും. അവർക്കും വേണം ജീവിക്കാനേ. അപ്പോൾ അവരത് അതുപോലെ ചെയ്യും. ഇപ്പോൾ നേപ്പാളിൽ കണ്ടില്ലേ, ഇപ്പോൾ അവിടുത്തെ മുഖ്യമന്ത്രി രാജിവെച്ചു, മരിച്ചു എന്നൊക്കെയാണ് കേൾക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇറങ്ങുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ മതി. വേറെ പ്രശ്നങ്ങളായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ഉണ്ടായിരിക്കാം, അവൻ്റെ പ്രശ്നങ്ങൾ മാത്രമാണ് ഉണ്ടാവുക. മറ്റുള്ളവൻ്റെ പ്രശ്നമൊക്കെ വെറും നമ്മൾ ചിരിച്ച് തള്ളാനും പൂച്ചിച്ച് ഒഴിവാക്കാനേ നമുക്ക് നമ്മുടേതായ മലയാളികളുള്ളൂ. പിന്നെ അതേമാതിരി ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനെ പുതിയൊരു സർക്കുലർ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ബഹുമാനത്തോടു കൂടി ബഹുമാനപ്പെട്ട എന്ന് എഴുതുന്ന പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ ഇത് വിവരമില്ലായ്മേൻ്റെ പ്രശ്നമല്ല, വിവരം കൂടിയതിൻ്റെ പ്രശ്നമാണ് ശരിക്കും. അപ്പോൾ ഇതിൽ ശരിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതായത് ബഹുമാനം എരന്ന് വാങ്ങുക എന്നാണ് അതിൻ്റെ അർത്ഥം. ബഹുമാനം മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ മേലുള്ള ആൾക്കാർക്കും ബഹുമാനം എരന്ന് വാങ്ങുന്ന സ്വഭാവം. അതിലും വലിയൊരു സംഭവം എന്താ വെച്ചാലോ, നമ്മുടെ മലയാളികൾ എന്നും അന്തസ്സുള്ള ആൾക്കാരാട്ടോ. മലയാളികളുടെ അന്തസ്സും അഭിമാനം ഒരാൾക്കും എവിടെയും വിട്ടുകൊടുത്തിട്ടില്ല. പക്ഷേ ആ അഭിമാനം നമ്മുടെ മുഖ്യമന്ത്രി